നമസ്കാരം. മലയാള ജാലകത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. മലയാള വിഭാഗത്തിലും പൊതുവായി വരുന്ന ചില ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണവുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടുന്നത്. ഏറ്റവും വലിയ മഹാകാവ്യം, മലയാളത്തിലെ ഏറ്റവും വലിയ മഹാകാവ്യം എന്നറിയപ്പെടുന്നത് ഉത്തര ഭാരതമാണ്. വടക്കുംകൂർ രാജരാജവർമ്മയാണ് ഇത് രചിച്ചത്. നിയമസഭാംഗമായിരുന്ന ആധുനിക കവി എന്നൊരു ചോദ്യമുണ്ട്. കടമ്മനിട്ട രാമകൃഷ്ണനായിരുന്നു നിയമസഭാംഗമായിരുന്ന ആധുനിക കവി. ശബ്ദസാമ്യവും അർത്ഥവ്യത്യാസവും എന്ന ഭാഗത്ത് വരുന്ന ഒരു ചോദ്യമാണ് അടുത്തത്. താലവൃന്ദം. താലവൃന്ദം എന്ന് പറഞ്ഞാൽ പനകളുടെ കൂട്ടമെന്നും താലവൃന്ദം എന്നുള്ളത് വിശറിവെന്നുമാണ് അർത്ഥം വരുന്നത്. അറിവ്, ജാതിരക്ഷണം തുടങ്ങിയ എന്നീ പച്ച മലയാള കൃതികൾ രചിച്ചതായിരുന്നൊരു ചോദ്യമാണ്. ഇത് രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ചാമിയാരപ്പൻ ഏത് നോവലിലെ കഥാപാത്രമാണെന്നാണ് അടുത്ത ചോദ്യം. തലമുറകൾ, ഒ.വി. വിജയൻ്റെ തലമുറകൾ എന്ന നോവലിലെ കഥാപാത്രമാണ് ചാമിയാരപ്പൻ. വെള്ളായപ്പൻ ഒ.വി. വിജയൻ്റെ തന്നെ കടൽത്തീരത്തെന്ന ചെറുകഥയിലെ കഥാപാത്രമാണ്. മലയാള ഭാഷയിലില്ലാത്ത വചനത്തെക്കുറിച്ചാണ് അടുത്ത ചോദ്യം. ദ്വിവചനമാണ് മലയാള ഭാഷയിലില്ലാത്തത്. ഏകവചനവും ബഹുവചനവും അതുപോലെ തന്നെ പൂജക ബഹുവചനവും എല്ലാം നമ്മുടെ ഭാഷയ്ക്കുണ്ട്. ദ്വിവചനം സംസ്കൃത ഭാഷയിലാണ് ഉള്ളത്. പൂന്താൻ രചിച്ച മണിപ്രവാള കാവ്യം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഭാഷാ കർണാമൃതം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ കർണാമൃതമാണ് പൂന്താൻ രചിച്ച മണിപ്രവാള കാവ്യം. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്ന കവി എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആദ്യ ഡയറക്ടറായിരുന്ന കവി N.V. കൃഷ്ണവാര്യരാണ്. ഭാഷാ ഭഗവത്ഗീത ആരുടെ കൃതി എന്നൊരു ചോദ്യമുണ്ട്. മാധവ പണിക്കർ, നിരണം കവിയുള്ള ഒരാളായ മാധവ പണിക്കരുടെ കൃതിയാണ് ഭാഷാ ഭഗവത്ഗീത. ഭഗവത്ഗീതയ്ക്ക് മലയാളത്തിലുണ്ടായ ആദ്യ പരിഭാഷയും ഇതാണെന്നാണ് പറയുന്നത്. ആട്ടക്കഥ രചിച്ച ആദ്യ വനിത ആയിരുന്നുള്ളതാണ് അടുത്ത ചോദ്യം. ആട്ടക്കഥ രചിച്ച ആദ്യ വനിത കുട്ടിക്കുഞ്ഞു തങ്കച്ചിയാണ്. ഇരയിമ്മൻ തമ്മിയുടെ മകളാണ് കുട്ടിക്കുഞ്ഞു തങ്കച്ചി. കാലസ്കരത്തിൻ കുരു പാലിലിട്ടാൽ കാലാന്തരെ കയ്പ് ശമിപ്പതുള്ളൂ എന്ന വരികൾ ആരുടേതെന്നുള്ളതാണ്. കുഞ്ചൻ നമ്പ്യാരാണ് പ്രശസ്തമായിട്ടുള്ള ഈ വരികൾ. മലയാളത്തിലെ ആദ്യ സൈബർ കഥ ഏതെന്നുള്ളതാണ്. തിങ്കളാഴ്ചയുടെ ആകാശം, സേതു അദ്ദേഹം രചിച്ച തിങ്കളാഴ്ചയുടെ ആകാശമാണ് മലയാളത്തിലെ ആദ്യ സൈബർ കഥ. കേരളപാണിനി പഞ്ചമം എന്ന് വിശേഷിപ്പിച്ച വ്യഞ്ജനം ഏതെന്നുള്ളതാണ് അടുത്ത ചോദ്യം. കേരളപാണിനി പഞ്ചമം എന്ന് വിശേഷിപ്പിച്ചത് അനുനാസികത്തെയാണ്. മലയാള ജാലകത്തിൻ്റെ ക്ലാസ്സുകൾ പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മലയാള ഭാഷയിലെ പ്രധാന ചോദ്യങ്ങളും പൊതുവിഭാഗത്തിലെ ചോദ്യങ്ങളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.